വല്യച്ഛൻ്റെ കയ്യും പിടിച്ച് മാളക്കുട്ടി ഇങ്ങനെ നടന്നിങ്ങനെ പോകുമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മളൊരു ചായ കാപ്പിയൊക്കെ അങ്ങോട്ട് കാച്ചി റൂമിൽ തന്നെ നമ്മൾ കെറ്റിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് ഓൺ പ്രിപ്പറേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം കുഞ്ഞായ്ക്ക് വേണ്ടിയിട്ട് കീക്കി ആക്കുക എന്തോ ഒരു സാധനം പറഞ്ഞു, അത് കീക്കി ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെവി ഇങ്ങനെ ഒരു കാർട്ടൂൺ പോലെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ, അത് വേണം ഇത് വേണം. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വെറുതെ അല്ല കുഞ്ഞാവ് വാശി പിടിച്ചത്, അത്ര രസമുണ്ടായിരുന്നു. ഇത് ചെവിയിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ കുറേ കുട്ടികളുടെ കയ്യിലുണ്ടെന്നുള്ള ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ എടുക്കുകയാണ് കേട്ടോ കുഞ്ഞാവ്, ഞാൻ മുച്ചിട്ട് എടുക്കുകയാണ്, ഇനി ഇത് തരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് സങ്കടമായി. എന്നിട്ട് ഞാൻ വേഗം ചെവിയിൽ വെച്ചെടുത്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞാവയുടെ തലേനേക്കാൾ വലുതായിരുന്നു ആ സംഭവം കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. റൂമിൽ പോയി കുറച്ച് നേരം കിടന്നതിന് ശേഷം വൈകിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ എനിക്ക് കോൾഡ് കോഫി കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കോൾഡ് കോഫിയും പനീർ പക്കോടയും. നല്ലൊരു കോമ്പിനേഷനാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കോൾഡ് കോഫിയും പനീർ പക്കോടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ഈ ഒരു സാരീനെ പറ്റി കുറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 430 രൂപയറ്റേ ഉള്ളൂ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ്. അമ്മായി കുഞ്ഞാവയ്ക്ക് ഇടയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ അമ്മ ഇത് ഈ സാധനം ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു സിൽക്ക് സാരി പോലെയാണ് കേട്ടോ, നമുക്ക് കല്യാണങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഭംഗി. ഒരു റയർ കോമ്പിനേഷൻ അല്ലേ ഈ ഒരു ഗ്രീനും ഈ ഒരു നേവി ബ്ലൂ കളറും. ഞാൻ ലിങ്ക് ഏതായാലും മേലെ സ്റ്റിക്കറായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആരോ മാർക്ക് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു ഹോട്ടലിൽ നമുക്ക് പോരാനേ തോന്നില്ല സത്യം പറഞ്ഞാൽ, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് അവിടെ പോയിട്ടുള്ള റിവ്യൂ ഒക്കെ കേട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിന് മുന്നേയും കുറേ പേര് പോയിട്ടുണ്ടായിരുന്നതൊക്കെ മെസ്സേജും ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നു, അതിലും ഒരുപാട് സന്തോഷം. നമ്മൾ വീഡിയോ ഇട്ടത് പ്രമാണിച്ച് അവർ 1000 രൂപ ഡിസ്കൗണ്ട് ഇപ്പോൾ ഓരോ റൂമിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനിവിടെ കോൺടാക്ട് നമ്പർ എന്തായാലും കൊടുക്കാം. ഇതൊരു പ്രൊമോഷൻ ഒന്നും ആരും വിചാരിക്കേണ്ട, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളെ കണ്ടിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, വാങ്ങല്ലേ, നമ്മളെ കണ്ടിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെയും നമ്മളൊന്നും കൂടെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാരി എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. കുഞ്ഞാവിടെ പട്ടുവട നല്ല രസമല്ലേ, കുഞ്ഞാക്ക് പട്ടുവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാരിയുടെ കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്ത ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് ഗ്രീനാണ്, നല്ല റയർ കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.